ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക ചാപ്റ്റർ 1 സിനിമ OTT കഴിഞ്ഞ ദിവസം റിലീസായി. ഇന്ന് റിലീസായി. അതിന്റെ കൂടെ തന്നെ കാന്താരയും OTT റിലീസായിട്ടുണ്ട് ചാപ്റ്റർ 1. അപ്പോൾ നമുക്ക് ആദ്യം ലോക്കയുടെ വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ലോക്കയുടെ ചാപ്റ്റർ 1 നമുക്ക് ടൈറ്റിൽ കാർഡാണ് നമ്മൾ ആദ്യത്തെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും തിയേറ്ററിൽ മിക്കവരും കണ്ടിട്ടുണ്ടാവും സിനിമ. എന്തായാലും ഞാൻ എന്തായാലും തിയേറ്ററിൽ രണ്ടാമത്തെ സുബ് കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ചാനൽ തുടങ്ങിയത്. എനിക്ക് അതിന്റെ റിവ്യൂ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിന്റെ ടൈറ്റിൽ കാർഡ് നമുക്ക് ഒന്നുകൂടി കാണാൻ പോകണം, റിയാക്ട് ചെയ്യാൻ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൈറ്റിൽ കാർഡാണ് അത്. കാരണം BGM-ഉം ഒരു രക്ഷയിലെത്ത അതിന്റെ സംഭവം. കാരണം 30 കോടിക്ക് ഇത്ര അടിപൊളി സിനിമ പിടിച്ചു വെക്കാൻ പറ്റും നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. കാരണം അത്ര അടിപൊളിയായിരുന്നു സിനിമ. അപ്പൊ എന്തായാലും നമുക്ക് നീട്ടിക്കൊണ്ടു പോണില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്ബിയെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തൊണ്ടയൊക്കെ സീനായിട്ടിരിക്കുന്ന പനി ആണ്. അപ്പൊ അതിന്റെ അപ്പോഴേക്ക് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കേ വോളിയം ഇവിടെ വെക്കണില്ല. ഓക്കെ ദുൽഖർ സൽമാൻ പ്രസൻസ്. അപ്പൊ നമ്മുടെ നീല് വേറൊരു രാജ്യത്താണ് ഇപ്പൊ. അപ്പൊ അവിടുന്ന് പുള്ളിക്കാരത്തെ എന്തോ എടുക്കാൻ വേണ്ടി വന്നതാണ്. തുടക്കം തന്നെ കാണിക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് ആൾക്കാര് ഒരു എലിഫന്റിന്റെ എംബളം വെച്ചിട്ടുള്ള ഒരു ആളാണ്, പെണ്ണാണ് ഒരു ഫൈറ്റിലൊക്കെ വന്നത്. അത് ആരെന്ന് ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ മൂത്തോന്റെ മേത്തുള്ള എംബളം എലിഫന്റിന്റെ ആണ്. അതിന് മൂത്തോന്റെ ആളാവാൻ ചാൻസ് ആണോന്ന് എനിക്കറിയില്ല. എന്തായാലും 5 ചാപ്റ്റർ ഉണ്ട് പടം. 5 ചാപ്റ്ററും കിടിലനായിരിക്കും. കാരണം സ്റ്റോറി 5 എഴുതി കഴിഞ്ഞു. ഇനി പിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ നായിക നീലി പൊളി. ഞാൻ സത്യം പറയണ ഇവളുടെ പടങ്ങൾ എനിക്ക് മിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹൃദയത്തിൽ പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടം കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം അടിപൊളി, നല്ല റോള്, കിടല റോള് പറയാല. കിട്ടിയോ? എന്താ ആൾക്കാരെന്ന് പറഞ്ഞ കിഷ്കറിന്റെ മകള് തന്നെ അല്ലാതെ നീ ഒരിക്കലും വിചാരിക്കരുത്. നീ വാ. കണ്ടോ ആനയുടെ പടം? ഒരു പെണ്ണ സംസാരിക്കണം കേട്ടോ. അവിടുന്ന് രക്ഷോട്ട് പോവാ. എന്തോ ഇത് കാണിച്ചിരുന്നു. വയലൻസ് അഗൈൻസ്റ്റ് വുമൻസ് ആർ പനിഷ്ഡ് അണ്ടർ ലോ. ഒയ്യോ, ഇനിയാണ് ജേക്സ് ബിജോയുടെ കണ്ടോ. അത് ആരാന്നറിയില്ല. അതാണ് മെയിൻ എന്ന് തോന്നുന്നു. കാരണം ഇതിലൊരു സീനറിയിൽ മൂത്തോനും ഒരു പെണ്ണായിട്ട് ഫൈറ്റ് എടുക്കുന്ന കാണിക്കുന്നുണ്ട്. ഇനി ആ പെണ്ണ് തന്നെ ആയിരിക്കും മിക്കവാറും വില്ലെന്ന് എനിക്ക് അറിയില്ല. ആരാന്നറിയില്ല. എന്റെ അമ്മ കിട്ടിയില്ല നിன்றോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒന്നും പറയില്ല. അടിപൊളി ഉണ്ട്. ആ മ്യൂസിക്കും എല്ലാം കൊണ്ടും രസം കേൾക്കാനായിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല. അരക്കെന്ന് എന്തായാലും നല്ലൊരു തീമാണ് കൊണ്ടുവന്നേ. നമ്മുടെ മാർവലിലെ മോർബിയസ് എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ അറിയില്ല. ശരിക്കും അതുപോലെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. കാരണം അതിലും ഇങ്ങനെ പവർ കിട്ടണം അങ്ങനെ കാണിക്കണേ. പക്ഷെ മോർബിയസ് തമ്മിലൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഞാൻ കണ്ടോ ആനയുടെ പടം കണ്ടോ മൂത്തോനും ഒരു പെണ്ണായിട്ട് ഫൈറ്റ്. ആ പെണ്ണാണ് വില്ലെന്ന ഡൗട്ട്. പ്രൊഡക്ഷൻ കണ്ടോ? സമയം റോണക് സേവിയർ. ഇതാരൊക്കെയെന്ന് പറയും? ചാത്തന്മാരോ? ഇത് ദുൽഖർ. ഓ
ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ സൗബിനാണോന്ന്. സൗബിനെ കാണിക്കണ്ടല്ലോ ശബ്ദലേഖനം. ഇത് ദുൽഖറൊക്കെ ഇതാ മൂത്തവന്റെ സ്പീർ. ഇത് സണ്ണീവേനാണോ? സണ്ണീവൻ കത്തനാര്. ടോവിനോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വെക്കാനുള്ള ഇനി നമുക്ക് ഇതിന്റെ ഇന്റർവെൽ സീൻ എന്തായാലും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ പിന്നെ ടോവിനോന്റെയും ദുൽഖറിന്റെയും സീൻസ്, പിന്നെ എൻഡിങ് അത്ര ഇട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകണം. അപ്പൊ അടുത്ത നമ്മൾ കാന്താർ ചാപ്റ്റർ 1 ഇൻട്രോ ആണ് നമുക്ക് ഇടാൻ പോകുന്നത്. ഇനിയിപ്പോ അത് അടുത്ത ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.